ഇന്ന് കപ്പപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കപ്പ തൊണ്ട് കളഞ്ഞെടുക്കുകയാണ്. എനിക്കത് മുഴുവനായിട്ട് തൊണ്ട് കളഞ്ഞെടുക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് തൊണ്ട് കളഞ്ഞെടുക്കുകയാണ്. ഈ കപ്പ ഇപ്പോൾ തൊണ്ട് കളയാൻ എളുപ്പമുണ്ട്. ചെറുത് തൊണ്ട് കളഞ്ഞാൽ പോവില്ല. ഇതെല്ലാം തൊണ്ട് കളഞ്ഞിട്ട് ഇതിനകത്ത് മണ്ണുണ്ടാവില്ല. അപ്പോൾ അത് കഴുകി കളഞ്ഞിട്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ തൊണ്ട് നന്നായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ മുറിച്ച് തൊണ്ട് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇനി നന്നായിട്ടത് കഴുകിയെടുക്കണം. അങ്ങനെ എല്ലാം തൊണ്ട് കളഞ്ഞെടുത്തിട്ട് അത് കഴുകിയെടുത്തു. ഇനി അത് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. നുറുക്കിയെടുത്തിട്ട് വേവിച്ചിട്ട് ആണ് നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇനി വീണ്ടും കഴുകും. വീണ്ടും കഴുകി ഉപ്പിട്ട് അടപ്പത്ത് വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നുറുക്കി കഴിഞ്ഞു. ഇനി അത് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ്. ആ വെള്ളത്തിൻ്റെ ഒരു വെള്ള കളർ മാറുന്നവരെ ഞാനത് കഴുകി എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ അത് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കപ്പ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വേവിച്ചെടുക്കുകയാണ്. അടപ്പത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി കപ്പ അടപ്പത്തിരുന്ന് വേകുമ്പോഴത്തേക്കും തേങ്ങ പൊതിച്ചിട്ട് വേണം. തേങ്ങയൊക്കെ പൊതിച്ച് ചിരണ്ടി അതൊക്കെ സെറ്റാക്കുമ്പോഴത്തേക്കും കപ്പ വെന്ത് കിട്ടും. തേങ്ങ പറമ്പിൽ നിന്നെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ചാക്കിലിട്ടാണ് വെക്കണത് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ മുള്ളൻപന്നിയുടെ ശല്യമുണ്ട്. പന്നിയൊക്കെ തേങ്ങ എടുത്തിട്ട് പോവും. അപ്പോൾ ഇതുപോലെ ചാക്കിലാക്കി വെക്കുകയാണ്. ഞാനത് ചാക്കിൽ നിന്ന് നന്നായിട്ട് കുലുങ്ങുന്നൊരു തേങ്ങ നോക്കി എടുത്തു. ഈ തേങ്ങ പൊതിക്കാൻ വല്ല പ്രശ്നമില്ല. ചില തേങ്ങ പൊതിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല, നല്ല ബലമായിരിക്കും. ഇനി അത് പൊട്ടിച്ചെടുക്കണം. പൊട്ടിക്കുമ്പോൾ തേങ്ങയുടെ കണ്ണിൻ്റെ മുകളിലായിട്ട് വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കിട്ടും. അതായത് ഇതുപോലെ പിടിച്ചിട്ട് അങ്ങനെ വെട്ടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കിട്ടും. തേങ്ങയുടെ വെള്ളം എനിക്ക് കുടിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് കളഞ്ഞു. ഇനി തേങ്ങ ചിരണ്ടി എടുക്കണം. കപ്പ അടപ്പത്തിരുന്ന് വേവാറായിട്ടുണ്ട്. അപ്പത്തിന് ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കുവാണ്. ഇവിടെ പല രീതിയിൽ കപ്പ പുഴുക്കുണ്ടാക്കാറുണ്ട്. കപ്പ വേവിച്ചെടുത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് കപ്പ വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയും മുളകും വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ചിട്ടിട്ട് ഉലത്തി തേങ്ങയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി കറിവേപ്പില അതൊക്കെ ചേർത്ത് ഉലത്തി എടുക്കാറുണ്ട്. അല്ലാതെ പുഴുക്കുണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കപ്പ വെന്തതിലേക്ക് വെള്ളം കുറച്ച് ഊറ്റിക്കളഞ്ഞിട്ട് തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് ചതച്ചത് ഉള്ളിയെല്ലാം കൂടി കറിവേപ്പില ഒക്കെ കൂടി അടപ്പത്തെ ആ കപ്പയിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വാങ്ങി വയ്ക്കാൻ നേരത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കും. ഇപ്പോൾ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്ന് കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ, പിന്നെ കാണാം.